എൻ്റെ ആ ഉമ്മർത്ത കിടക്കുന്നത് അതവിടെ കിടന്നിട്ട് ഞാൻ മുന്നിട്ട് വിടുമ്പോൾ കുടുംബത്തിൽ ഇവിടെ മോൻ ജോലിക്ക് വേണ്ടതാണ്. കയ്യും കാലും ഓടിഞ്ഞാൽ ചാവണി കുഴപ്പമില്ല. ഇത് മുഴുവൻ ഈ പറമ്പിൽ കൊണ്ടുപോയിട്ടാണ് അല്ലാണ്ട് ആ പറമ്പിൽ നിന്നൊക്കെ തൊളയട്ടാ. അല്ലാണ്ട് ഇതിങ്ങനെ ഈ പണ്ടരശാമ പോലെ കിടന്നിട്ട് എത്ര ദിവസമായി? കുറെ ദിവസമായില്ലേ? കുറെ ദിവസമായി കൊണ്ടിട്ട്. ഇത് ഇവിടെ കിടന്നിട്ട് എത്ര ദിവസമായി? 3-4 ദിവസമായി കിടന്നിട്ട്. ഞാൻ സീനിയർ സിറ്റിസൺ, എനിക്ക് പ്രായമുണ്ട്, 17-74 വയസ്സുണ്ട്. ഞാൻ വീണ് കയ്യും കാലും ഓടിഞ്ഞാൽ ഞാനാ നമ്മുടെ ചെക്കൻ വരുമ്പോഴേക്കും ചിലപ്പോൾ അവിടെ കിടന്ന് ചോര ഒഴിച്ച് പോയി ഇതാവും. എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി നഗരസഭ 23-ാം വാർഡ് സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഐക്യു റോഡ് സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ട് റോഡ് കാത്തു പരിപാലിക്കുന്ന കുറച്ച് വീട്ടുകാർ താമസിക്കുന്ന ഭാഗത്താണ് നിൽക്കുന്നത്. ഇതാ നിൽക്കുന്നു എൻ്റെ പിറകിൽ യമണ്ടൻ ഒരു KSEB പോസ്റ്റ്. KSEB പോസ്റ്റിന് യാതൊരു കുഴപ്പമില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വനിതാ ദിനമായ മാർച്ച് 8-ാം തീയതി വലിയ പരാതികളുമായിട്ട് ഈ ഐക്യു റോഡ് സെക്കൻഡ് സ്ട്രീറ്റിലെ കുറേ വീട്ടമ്മമാർ രംഗത്ത് വന്നേക്കാണ്. അവർ പറയുന്നതിനും ചെറിയ കാര്യമില്ലേ എന്നൊരു തോന്നലാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ പിറകിൽ നിൽക്കുന്ന പോസ്റ്റ് ഇത് ഇവിടെ കേബിൾ വർക്ക് KSEBയുടെ കേബിൾ വർക്ക് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പോസ്റ്റ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു, ഇവിടെ കേബിളുകളുടെ വർക്കുകൾ നടക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് യാതൊരു തടസ്സമില്ല. ഞാൻ ചോദിക്കുന്നത് ഈ പോസ്റ്റ് ആദ്യം നിന്നിരുന്ന സ്ഥലത്ത് ഇവിടെ തന്നെ കുഴിച്ചിട്ടിരിക്കുന്നു. ഇത് ഇവരുടെ KSEBയുടെ കേബിൾ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇതും ഈ പോസ്റ്റ് പുതിയതായിട്ട് പോസ്റ്റ് ഇടേണ്ടതെന്ന്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ വീട്ടുകാർ എല്ലാവരും കൂടി പറഞ്ഞു ഇത് വഴിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ ഒന്ന് തിരിച്ചു വയ്ക്കാൻ പറഞ്ഞു. ഇപ്പം നിൽക്കണ പോലെ ഒന്ന് തിരിച്ചു വയ്ക്കാൻ പറഞ്ഞു. ഈ തിരിച്ചു വെക്കണേനാണ് 2500 രൂപ ഇവിടുത്തെ ഈ വീട്ടമ്മമാരുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ കോൺട്രാക്റ്റ് എടുത്ത ആൾ വാങ്ങിച്ചത്. അതല്ലെങ്കിൽ നിങ്ങൾ 10,000 രൂപ അവിടെ കൊണ്ട് അടക്കേണ്ടി വരും. വേഗം സംഗതികൾ ശരിയായിക്കോ. ഇത് ഇവിടുത്തെ ഗൃഹനാഥന്മാർ പോലും അറിഞ്ഞിട്ടില്ല. ഇതാ നിൽക്കുന്നു യമണ്ടൻ പോസ്റ്റ്. ഈ പോസ്റ്റ് ഒന്ന് തിരിച്ചിടണേന് അതേ കുഴിയിൽ തന്നെ തിരിച്ചിടണേനാണ് ഈ 2500. ഇത് എന്ത് സംഭവമാണിത്? ഇത് ചാലക്കുടി പട്ടണമല്ല, അല്ലാണ്ട് വെള്ളരിക്ക പട്ടണമാണോ? ഇവിടെ ഇത് ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഈ കേബിളുകളൊക്കെ ഇവിടെ വലിച്ചു പറിച്ചിട്ടേക്കാണ്. ഇവിടെ ഈ വയസ്സായ വല്യമ്മമാരൊക്കെ താമസിക്കുന്നവരാണ്. ഇവർക്ക് ഈ പറയുന്ന ഗേറ്റ് കടന്നു പോകുമ്പോൾ ഇത് ഇങ്ങനെ റോഡിൻ്റെ മുന്നിൽ കൂടെ ഇവരുടെ KSEBയുടെ വർക്കിന് വേണ്ടിയിട്ട് താഴത്തേക്ക് വലിച്ചു പറിച്ചിട്ടാണ് ഈ കേബിളുകൾ. അത് കുറേ കേബിളുകൾ ഏഷ്യാനെറ്റിൻ്റെ അവർ മാറ്റിയിട്ടുണ്ട്. പിന്നെയും കുറേ കേബിളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഈ കേബിളുമ്പോൾ തട്ടി ഈ വയസ്സായ ആളുകൾ മലനടിച്ച് വീഴാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോൾ ആരൊക്കെയാണ് ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വയസ്സായ ആളുകളല്ലേ വീട്ടിലുണ്ടാവുള്ളൂ. അവർ വലിയ പേടിയിലാണ്. ഒരു വല്യമ്മ നമ്മളോട് വളരെ ഇതായിട്ട് സംസാരിച്ചു. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല. ഇതിനിവിടെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഇല്ലേ KSEBക്ക്? ഇവിടെ ഒരു AE എന്ന് പറയുന്ന ഒരാളില്ലേ? ഈ ഇദ്ദേഹമൊക്കെ ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതല്ലേ? KSEB ചാലക്കുടിയിൽ ഇങ്ങനെ ഇടപെടാൻ ആരുമില്ലേ? ഇത് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ സത്വരമായി ഇടപെടണം. ഇത് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഈ വയസ്സായ വല്യമ്മമാരെ മുഴുവൻ റോഡിൽ പല്ലടിച്ച് വീഴ്ത്താവുന്ന രീതിയിൽ ഈ വക പരിപാടികൾ ചെയ്യരുത്. മാർച്ച് 8-ാം തീയതി ഈ വനിതകളെ മുഴുവനും ഇതുപോലെ പരാതികളായിട്ട് പറയിപ്പിക്കാൻ റോഡിലേക്ക് ഇറപ്പിക്കേണ്ട ഗതികേട്ടിലേക്ക് വരുത്തിക്കരുത്. അത് മാത്രമാണ് പറയാനുള്ളത്. എന്തായിരുന്നാലും ഇവിടെ ആളുകൾക്ക് വലിയ ആക്ഷേപങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഈ ഇലക്ട്രിക് വയറുകൾ വലിച്ചു പറിച്ചിട്ടാണ് ഇലക്ട്രിക് വയറുകൾ എത്രയും പെട്ടെന്ന് ശരിയാക്കാനുള്ള നടപടിക്രമങ്ങൾ KSEBയുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അല്ലെങ്കിൽ ഇത് ആരെങ്കിലും വീണ് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളാണ് അതിൻ്റെ ഉത്തരവാദി. KSEB AE ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദികളെന്ന് മാത്രം പറയുന്നു. ബാക്കി നമുക്ക് വീട്ടമ്മമാരോട് ചോദിക്കാം. പെൻഷൻ മറ്റൊരു 10-14 കൊല്ലമായി കഴിഞ്ഞു. ഇത് എത്ര ദിവസം ഇവിടെ കിടക്കണേ? അതൊന്ന്. രണ്ടാമത് തടഞ്ഞു വീഴണം. ഇതിപ്പോൾ വലിയ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാലുമ തട്ടി വീണതിന് 3 ദിവസം കഴിഞ്ഞാൽ എൻ്റെ കയ്യും കാലും ഓടിഞ്ഞാൽ ആരുണ്ട്? വല്യമ്മയുടെ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ. എൻ്റെ മോൻ ജോലിക്കും, എൻ്റെ മോന് നെയ്വില്ല ജോലി. ഓ, അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ വേറെ ആരും ഞാൻ തന്നെ ഇറങ്ങണം. ഓ, മോളെ കെട്ടിച്ചു കൊടുത്തു കേട്ടാ. എത്ര വയറെടുക്കണ്ട്? 4 വയർ. ഒരു വയറ് മതി ഒരാളെ കൊല്ലാൻ. വേഗം ശരിയാക്കി കൂട്ടിയാ. അതെ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കേബിളിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പോസ്റ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയ പോസ്റ്റ് ആയിരുന്നു, അതിൻ്റെ തടസ്സങ്ങളില്ലാണ്ട് വണ്ടിക്ക് പോകുമായിരുന്നു. അപ്പോൾ ഇത് വീണ്ടും മാറ്റിയപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു ഒന്നത് സൈഡ് തിരിച്ചിട്ട് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ആദ്യം സമ്മതിച്ചെങ്കിലും പിന്നെ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ വീണ്ടും ആ പോസ്റ്റ് കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു, വണ്ടികൾക്ക് ഇങ്ങോട്ട് കടക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പം ഞങ്ങൾ ചോദിച്ചപ്പോൾ അത് AEയോട് ചോദിക്കണം എന്നാണ് അവർ പറഞ്ഞത്. അതിനുശേഷം വന്നു കഴിഞ്ഞപ്പോൾ പോസ്റ്റ് ഇട്ട് മാറ്റി തരാം, പക്ഷേ 2500 രൂപ കൂടുതൽ വേണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അതായത് ഈ കേബിൾ വർക്കിന്റെ ഭാഗമായിട്ടാണ് ഈ പോസ്റ്റ് അവർ മാറ്റിയത്. അപ്പോൾ മാറ്റി അതേ സ്ഥലത്ത് തന്നെ ഇടണേനും സൈഡ് തിരിക്കുന്നതിനാണ് ഈ 2500 രൂപ. അപ്പം അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ലപ്പോൾ നമ്മളതിന് കൊടുത്തു. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് അത് കൗൺസിലർ അറിയിച്ചപ്പോൾ അത് അവരുടെ വർക്കിൽ പെട്ടതാണെന്നാണ് പറഞ്ഞത്. പിന്നെ കൂടാതെ ഇപ്പോൾ ഏഷ്യനെറ്റിൻ്റെയും പിന്നെ അവിടെ പോസ്റ്റ് ഇട്ടുന്നത് ശരിയായിട്ടില്ല. കാരണം മണ്ണൊക്കെ എടുത്തിട്ട് അടിയിലെ കോൺക്രീറ്റിൻ്റെ പോർഷനൊക്കെ പുറത്തേ കിടക്കുന്നത്. അത് മര്യാദയ്ക്ക് അവർ ചെയ്തിട്ടില്ല. കാറ്റ് വരും, നമുക്കറിയാലോ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ ഇവിടുത്തെ വെള്ളം പെട്ടെന്ന് വരേണ്ടതൊരു സമയമാണ്. അതിൻ്റെ ഒരു പേടി ഞങ്ങൾക്കുണ്ട്. പിന്നെ കേബിളുകളൊക്കെ പറിച്ചിട്ട് കിടക്കുകയായിരുന്നു. ബാക്കി കേബിളുകൾ എന്തിൻ്റെയാന്ന് ഞങ്ങൾക്കറിയില്ല. നെറ്റിൻ്റെ ആണോ എന്തിൻ്റെയാണെന്ന് അറിയില്ല. പറമ്പിൽ കിട്ടുന്നുണ്ട് ബോക്സ് അടക്കം കുറേ. നിങ്ങൾക്ക് അത് ശല്യമായിട്ട്
ഉണ്ട് റോഡിൽ. ഓരോ വീടിനും മൊത്തം കിടക്കാനൊക്കെ തടസ്സം. കുറേ കേബിളുകൾ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഏഷ്യാനെറ്റുകാർ വന്ന് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ലൈറ്റുകളൊക്കെ ഊരി പറിച്ചത് അവിടെ സൈഡിൽ ഇട്ടിട്ട് പോയി ശരിയാക്കാന്ന് പറഞ്ഞു വന്നില്ല. റോഡിൽ ബുദ്ധിമുട്ടാണ്. കുട്ടികൾ വരുമ്പോഴും വൈകുന്നേരങ്ങളിൽ പോകുമ്പോൾ കേബിള് സൈക്കിളും കൊണ്ടാണ് പോകുന്നത്. അവിടെ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കുട്ടികൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്പീഡിൽ പോകാണ്ട് പിള്ളേർ. അപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് കിടക്കണം. ലൈറ്റ് ഇല്ലെങ്കിലും വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞ് പോകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. കുട്ടികളല്ലേ. എങ്കിലേ പോസ്റ്റ് തിരിച്ചിടണമെങ്കിൽ ലേബർ ചാർജ് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ 2500 അപ്പോൾ 2500 ഞങ്ങൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ 2500 കൊടുത്തത്. നമുക്ക് ഈ റോട്ടിൽ കൂടെ സൗകര്യമായിട്ട് പോകാൻ ഒന്നിനും പറ്റണില്ല. പിന്നെ ഇവർ പെണ്ണുങ്ങൾ മാത്രം അപ്പോൾ വന്നിട്ട് 10,000 രൂപയിൽ ഇലക്ട്രിസിറ്റിയിൽ അടക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ ഞങ്ങൾ 2500 തന്നാൽ ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ 2500 വാങ്ങിച്ചത്. അത് ഇവിടെയുള്ള വീട്ടിലുള്ള ആണുങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാ വീട്ടുകാരും കൂടി എടുക്കുമ്പോൾ 200 രൂപ വെച്ച് വരുള്ളൂ എന്ന് വെച്ചിട്ട് ഇവരാരും അറിയിച്ചില്ല. അങ്ങനെ പൈസ കൊടുത്തു, അവർ വാങ്ങിച്ചെടുത്തു. എന്നിട്ട് അവരെ പണി ചെയ്തതാണ് ചെറിയൊരു ടെക്നിക്കിൽ അവർ നേരെയാക്കി വെച്ചിട്ട് പോയി. അതായത് നിലവിലുണ്ടായിരുന്ന പോസ്റ്റ് ഒന്ന് ചെരിച്ചിടുന്നതാണ്. 2 കമ്പ് വെച്ച് ഒരു തിരിച്ച് നേരെയാക്കിയിട്ട് 2500 വാങ്ങിച്ചു അവർ പോയി. KSBയിലേക്ക് ഇവർ വിളിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കോൺട്രാക്ട് എടുത്ത വർക്കേഴ്സാണ് ഇത് മുഴുവൻ ചെയ്തതന്നെ. അതിൽ ആരാണ് കോൺട്രാക്ട് വരുന്നത്, ആരാണ് KSB ആൾക്കാരെന്നുള്ളത് ഇവിടെ ഉള്ളവർക്ക് ആർക്കും അറിയില്ല. എല്ലാവരും ഒരുമിച്ചുള്ള പണിയാണ്. കുറേ ഇന്ത്യക്കാരുണ്ട്. അപ്പോൾ അവർ ചെയ്ത് അപ്പോൾ അതിലൊരാളെ പറഞ്ഞു ഇന്നമാതിരി ചെയ്താലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അവിടെ പോയാൽ 10,000 രൂപ അടക്കേണ്ടി വരും. ഇവിടെ ആകുമ്പോൾ 2500 രൂപയ്ക്ക് ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഇവർ പിരിവിട്ട് കാശ് വാങ്ങിച്ചത്. അങ്ങനെ ചെയ്ത് പിന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇവർ പോസ്റ്റ് മാറ്റുമ്പോൾ കുത്തി പൊട്ടിച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വട്ടം കെട്ടി വെച്ചാൽ പോയിട്ടുള്ളൂ. ഇപ്പോൾ അങ്ങനെ തന്നെ നിൽക്കണേ. അതിന് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വാട്ടർ അറിയിച്ചാൽ അതിന് കണ്ടമാനം ചിലവുണ്ട്. അപ്പോൾ അതുകൊണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെച്ചിട്ട് അവർ പോയിട്ടുള്ളൂ. അതും ശരിയാക്കി തന്നിട്ടില്ല. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ KSBയുടെ കേബിൾ വർക്ക് അടുത്തത് നിങ്ങൾക്ക് തലവേദന. ഞങ്ങൾക്കാണ് ഈ വഴി, ഞങ്ങൾ അതേമാതിരി വഴി കൊണ്ടു നടക്കുന്ന ആൾ വൃത്തിയും വെടുപ്പിലും കൊണ്ടു നടക്കുന്നത്. ഇതൊക്കെ അവിടെ നോക്കിയാൽ ഈ മൊത്തം നോക്കിയാൽ കേബിളുകൾ മുഴുവൻ താഴെ കിടക്കണതാണ്. എല്ലാ കേബിളുകളും താഴെ കിടക്കണതാണ്. ഈ ഉണ്ടായിരുന്ന കേബിളുകൾ മുഴുവൻ അവർ താഴെ പൊട്ടിച്ചിട്ട് പോകും. നേരെയാക്കില്ല. ഒരു 3 സ്ട്രീറ്റ് ലൈറ്റിലില്ല, അവരെ കത്തിച്ചിട്ടില്ല. ട്യൂബും കാണാനില്ല അവിടെ. ഇങ്ങനെ പോസ്റ്റ് ഇട്ട് പോയാലും വെറുതെ മണ്ണിട്ടിട്ട് പൊക്കി വെച്ചിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾക്കിപ്പോ ഈ റോഡ് മഴക്കാലം വരുമ്പോ മെയിൻ റോഡിലത്തെ വെള്ളം കൂടി ഇതിലാണ് ഒലിച്ചു പോണേ. അപ്പൊ ഈ മണ്ണൊക്കെ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് വീഴോ എന്താന്നുള്ള സംശയം കൂടി ഞങ്ങൾക്കുണ്ട്. ഇത് ഈ ഉൾപ്പെടെയുള്ള ആളുകളെ ഇപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിച്ചിരുന്നു ഇങ്ങനെ ഈ 2500 പൈസ ഇത് മാറ്റിയിരുന്ന കാരണം ഞങ്ങളിപ്പോ അവര് പറഞ്ഞു ഇത് മാറ്റിയിരുന്നെങ്കിൽ എയുടെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പൊ എയിനെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ എയിനെ കോണ്ടാക്ട് ചെയ്തു. വന്നു. അപ്പൊ പറഞ്ഞു ഇത് രണ്ടാമത് നമ്മൾ ലേബർ ചാർജ് കൊടുക്കല്ലേ, അപ്പൊ നിങ്ങളത് കൊടുക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം, ഒരു 10-500 രൂപ പ്രതീക്ഷിക്കണമല്ലോ. അപ്പോ മറ്റേ കോൺട്രാക്ടർ വന്നിട്ട് കോൺട്രാക്ടറോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ ചോദിച്ചപ്പോ ആള് പറഞ്ഞു 2500 രൂപ തരാൻ പറഞ്ഞു. ഇത് ഓൾറെഡി ഈ പോസ്റ്റുമേ ഇവർ KSB എന്തെങ്കിലും വർക്കുകൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇത് മാറ്റണം എന്നുള്ള സ്ഥിതി പറഞ്ഞത്? ഇവര് പോസ്റ്റ് മാറ്റിയിട്ട് കേടുണ്ടായിരുന്നു. ഈ പോസ്റ്റിന് ഓൾറെഡി കേടുണ്ടായിരുന്നു. ഇത്ര വീതി ഉണ്ടായിരുന്നില്ല. അടിവശത്ത് ഇത്ര വീതി കുറവായിരുന്നു. ഞങ്ങൾക്ക് വണ്ടി തടസ്സം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ തിരിച്ചിടാൻ പറഞ്ഞപ്പോഴാണ് അങ്ങേര് പറഞ്ഞ ഇതിന് എയുടെ പെർമിഷൻ വേണം, ഞങ്ങളുടെ കയ്യിലല്ല ഇതിന്റെ കാര്യങ്ങൾ ഇരിക്കണേ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ പിന്നെ ഞങ്ങളുടെ ആവശ്യമായി കാരണം ഞങ്ങൾ 2500 രൂപ. ഈ കേബിളുകൾ മുഴുവനും ഈ വീടുകളുടെ മുന്നിൽ ഇങ്ങനെ ഗേറ്റ് ലൊക്ക് എടുത്തിട്ടൊക്കെ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ല ശരിക്കും പറഞ്ഞത്? ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ വണ്ടി എടുക്കാനോ പിള്ളേര് റോട്ടിൽ കൂടെ അവിടെ നോക്കിയ ഒരു ലോറി കൊണ്ട് കിടക്കുമോ? അല്ല അതൊരു രീതിയിൽ വേണ്ട കെട്ടാനായിട്ട്. അടിയിൽ കോൺക്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇതിലും ഇതായിട്ടാണ് അവിടെ കിടക്കുന്ന പോസ്റ്റ്. അതില് കോൺക്രീറ്റ് ഒക്കെ പുറത്തും മണ്ണടിയിലാണ്. വെള്ളം ഇതേപോലെ കയറി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ കൂടെ എപ്പോഴും വെള്ളം കൂടുതൽ പോണ ഒരു റോഡാണ് തന്നെ. ഇതിപ്പോ ആ മൂലക്കാലത്തെ പോസ്റ്റ് ഇട്ടത് ഇപ്പൊ അങ്ങോട്ട് ചെരിഞ്ഞിട്ടുണ്ട്. അവര് ചേർത്തിട്ടായിരുന്ന മതിലിനോട്, ഇപ്പൊ അത് അങ്ങോട്ട് ചെരിഞ്ഞു. കുറച്ച് 2 ദിവസമായപ്പോഴും ചെരിഞ്ഞു. ഇപ്പൊ ഈ പോസ്റ്റ് ഇപ്പൊ എന്റെ പറയുന്ന നിൽക്കുന്ന ഈ പോസ്റ്റ് ഇത് നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ചെരിഞ്ഞേക്കണേ. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വീട്ടമ്മമാർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ പോസ്റ്റ് കുഴിച്ചിട്ടിട്ട് കഴിഞ്ഞിട്ട് ഇത് കൃത്യമായി ഉറപ്പിക്കണം. ഇത് വെറുതെ മണ്ണിട്ട് ഇങ്ങനെ ഒരു പൊത പോലെ വെച്ച് കഴിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പോൾ കുറച്ച് നനഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ പോസ്റ്റ് ഇങ്ങോട്ട് ചെരിഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. ഇതെന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇതെന്താണ് സംഭവം? ഇത് KSB എന്താണ് ഇങ്ങനെ ആവണത്? ചാലക്കുടി KSB എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കണതെന്നാണ് മനസ്സിലാവാത്തത്. KSBയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ് പലപ്പോഴും ഉയർന്നു വന്നിട്ടുള്ളത്. ഇതെന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി?
മനോഹരമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു സ്ട്രീറ്റ് അത് ഇതുപോലെ അലങ്കോലത്തിലാക്കി മാറ്റാൻ എങ്ങനെ KCBക്ക് സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വീട്ടമ്മമാർ മുഴുവൻ പ്രശ്നത്തിൽ പോസ്റ്റാണ് ഇട്ടതൊക്കെ ചെരിഞ്ഞിരിക്കുന്നത്. ഒന്ന് നീർന്നു നിന്ന സാധനത്തിന് ചെരിച്ചിടുന്നതിന് 2500 കൂലി, സകല വിധാനം മുഴുവൻ കേബിളുകൾ റോഡിലേക്ക് വലിച്ചു പറിച്ചിടുക. ഇവിടെ ട്യൂഷൻ സെൻറ്റർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ. എവിടെയാണ് ഈ AI വന്ന് ഈ പ്രശ്നം പരിഹരിക്കേണ്ടല്ലേ? എന്താണ് ഈ AI കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല എന്നാണ് വിചാരം. ഈ സംഭവം ഇതിൽ പ്രശ്നം അവസാനിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ എല്ലാ വീട്ടമ്മമാരും കൂടി ചിലപ്പോൾ KCBയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ അവിടെ കറണ്ട് പോയെന്ന് പറഞ്ഞ് വന്നിട്ട് വന്നത് ആൾക്കാർ. അതുപോലെയുള്ള സ്ഥിതിയിലേക്ക് നിങ്ങളിത് ചെയ്യരുത്. ഇത് നല്ല രീതിയിൽ പോകുന്നൊരു സ്ട്രീറ്റാണ്. ഇവിടുത്തെ റോഡ് ഉൾപ്പെടെ ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും ഒരു ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളാണ്. ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യരുതെന്ന് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ ഈ പോസ്റ്റ് തിരിച്ചിടുന്നതിനൊക്കെ ഒരു മനുഷ്യപ്പറ്റുള്ള രീതിയിലുള്ള തുകയൊക്കെ പറയാം. വേറെ ഒന്നും പറയാനില്ല. ഈ പ്രശ്നം പരിഹരിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ KK റോഡ് എന്ന് പറയുന്ന നമ്മളുടെ വനിതാ ITയുടെ മുന്നിലൂടെ പോരുമ്പോൾ ഉള്ള KK മാധവൻ നായരുടെ പേരിൽ KK റോഡ് എന്ന് പറയുന്ന റോഡിലാണ് നിൽക്കുന്നത്. ഇത് ഉച്ച സമയം നല്ല ചൂടുണ്ട്. ഇവിടെ ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ KCBയുടെ ഇവിടെ കോൺട്രാക്റ്റ് വർക്കുകൾ ആരംഭിച്ചത് മുതൽ 5 ദിവസമായിട്ട് ഇവിടെ കറണ്ട് വരില്ല എന്നാണ് പ്രധാന ഒരു ആക്ഷേപം. അത് മാത്രമല്ല ഈ ഒരു 4 കൂടിയ ഒരു കവലയാണത്. ഈ 4 കൂടിയ ഭാഗത്ത് തൊട്ടപ്പുറത്ത് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ഇവിടെ ഈ KCBയുടെ ഈ കോൺട്രാക്റ്റ് വർക്കുകൾ ആരംഭിച്ചതോടുകൂടി ഈ സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും കത്തുന്നില്ല. പണി കഴിഞ്ഞ് പോയതിന് ശേഷം സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കാനായിട്ടുള്ള ഇടപെടൽ ചെയ്യേണ്ടതില്ലെന്നാണ് ഇവിടെ തൊട്ടടുത്തുള്ള വീട്ടുകാർ ചോദിക്കുന്നത്. രാത്രി ഇവിടെ ഒരു അന്ധകാരമയമാണ്. അപകടങ്ങൾ ഈ സമയത്ത് സംഭവിക്കാം. വലിയ ആക്ഷേപങ്ങളുണ്ട്. ഒന്നാമത് ഇത്രയും വലിയ ചൂട്. ഈ ചൂടത്ത് ഈ പറഞ്ഞമാതിരി 5 ദിവസമായി ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും. അവരുടെ ഗൃഹോപകരണങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട്. ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പോവും. പിന്നെ അതുകൂടാതെയാണ് ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ല എന്നുള്ള വലിയൊരു സംഭവം. അത് പ്രധാനമായും ഈ പ്രദേശം ഇതൊരു തിരക്ക് കൂടിയ ഒരു റോഡാണ്. ഈ റോഡിൽ അപകടങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് തൊട്ടടുത്ത വീട്ടുകാർ പറയുന്നത്. ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ള പോളേട്ടൻ നമ്മളോടിപ്പോൾ സംസാരിക്കും. നിരന്തരമായിട്ട് കറണ്ട് പോവാം. നിരന്തരമായിട്ട് കറണ്ട് പോകണം. എത്ര ദിവസമായി? നിരന്തരമായിട്ട് വെച്ചാൽ ഈ പുരക്ക് തുടങ്ങിയതിന് ശേഷം. അല്ലാതെ എത്ര ദിവസം ഉണ്ടോ? അതൊരു 5 ദിവസത്തോളായി. 5 ദിവസം. കാലത്ത് 8 മണിക്ക് പോയാൽ വല്ല 6 മണിക്ക്. 10ാം ക്ലാസ്സിൽ ഉള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം കിട്ടണില്ല. 32 ഡിഗ്രി ചൂടാണ്. ആ ചൂടിനെ മാനിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഫാൻ വെച്ച് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കണം. അത് കഴിഞ്ഞ് ഇവരോട് ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് പോകുന്ന കോൺട്രാക്ടറോട് പറയും ആ സ്ട്രീറ്റ് ലൈറ്റ് എൻ്റെ കണക്ഷൻ കൊടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞാൽ അവരാണ്ട് ഇറങ്ങി പോകണം. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റും ഇല്ല. സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല. ഈ നമ്മുടെ കറവ് KK റോഡിൻ്റെ കറവ് ട്രാൻസ്ഫോർമറുണ്ട്. അതിന് വളരെ ലൈറ്റ് ഇല്ലെങ്കിൽ വണ്ടികളൊക്കെ ഇടിച്ചുകൊണ്ട് ചേരെ പോകണം. അപ്പോൾ ഇതൊരു അപകട ഇപ്പോൾ ഈ സ്ഥലം ആയില്ലേക്കണം. പകൽ മുഴുവനും കറണ്ടില്ലാതാവാം. ചൂട്ടത്ത് കുട്ടികളും പഠിക്കുന്ന കുട്ടികളും പരീക്ഷ കാലത്തായിട്ട് വീട്ടിലിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണത്. പിന്നെ കൂടാതെ വളരെ തിരക്കുള്ള റൂട്ടാണ് KK റോഡും റേഷൻ കോട്ടേഴ്സ് റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ടൗണിലേക്ക് പിന്നെ നമ്മുടെ സ്റ്റാൻഡിലേക്ക് പോകുന്ന റൂട്ടാണ്. സ്ത്രീകളും പുരുഷന്മാരും കൂടുതലും 2 വീലറൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ രാത്രിയിലും ടൗണിലും അങ്ങാടിയിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുള്ളവർ ഈ ഇരുട്ടത്തെ കൂടെ പോകുന്നത് കൂടുതൽ സുരക്ഷിതത്വം ഇല്ലാതാവുന്ന ഒരവസ്ഥയാണ്. അതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ടവർ ലൈറ്റുകൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വലിയ ഇരുട്ടാണ്. ഈ മൂലക്കിലൊക്കെ വരുമ്പോൾ ഇരുട്ടാണ്. തൊട്ടടുത്ത് ട്രാൻസ്ഫോമർ ഉണ്ട്, അതിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതിലൊക്കെ വേണമെങ്കിൽ ചെന്ന് വണ്ടി ഇടിക്കുകയോ അപകടം മറ്റുമൊക്കെ വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ടവർ കൂടുതൽ ശ്രദ്ധ ഈ വിഷയത്തിൽ ചെലുത്തണം എന്നാണ് പറയുന്നത്.